സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി കോൺഗ്രസിൽ കടുത്ത തർക്കം. കെ ബാബുവും അടൂർ പ്രകാശും മാറി നിൽക്കണമെന്ന് ഹൈക്കമാൻഡ് നിർദ്ദേശം ഉമ്മൻചാണ്ടി തള്ളി. ആരോപണ വിധേയരെ മത്സരിപ്പിച്ചാൽ അധ്യക്ഷസ്ഥാനം രാജിവെക്കുമെന്ന് VM സുധീരൻ. രാഹുൽ ഗാന്ധിയുടെ അധ്യക്ഷതയിൽ ചേർന്ന തെരഞ്ഞെടുപ്പ് സമിതി യോഗം പ്രശ്നപരിഹാരമാകാതെ അലസിപ്പിരിഞ്ഞു. ഉമ്മൻചാണ്ടി ഇന്ന് മടങ്ങും, തിരക്കുള്ളവർ നേരത്തെ പോകുമെന്ന് VM സുധീരൻ. 6 ദിവസം നീണ്ട മാരത്തോൺ ചർച്ചകളും കൂടിക്കാഴ്ചകളും ലക്ഷ്യം കാണാതെയാണ് സ്ഥാനാർത്ഥി നിർണയം അനിശ്ചിതത്വത്തിലാക്കി ഉമ്മൻചാണ്ടിയും VM സുധീരനും കേരളത്തിലേക്ക് മടങ്ങുന്നത്. ഇന്നലെ അർദ്ധരാത്രി ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും AK ആന്റണിയുമായി ചർച്ചകൾ നടത്തിയിരുന്നു. പക്ഷെ തർക്ക സീറ്റുകളിൽ പരിഹാരം കണ്ടെത്താനായില്ല. അടൂർ പ്രകാശ്, കെ ബാബു എന്നിവരെ മാറ്റാതെ പോംവഴികളില്ല എന്ന സാഹചര്യത്തിൽ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. പക്ഷേ അന്തിമ ലിസ്റ്റ് തയ്യാറാക്കുന്നത് ഏറെ വൈകും. 2 മന്ത്രിമാരെയും ഒഴിവാക്കിയാൽ ഉമ്മൻചാണ്ടിയും A ഗ്രൂപ്പും പൂർണ്ണമായും തെരഞ്ഞെടുപ്പിൽ മാറി നിൽക്കുമെന്ന ഭീഷണി ഹൈക്കമാൻഡിന് മുന്നിലുണ്ട്. ഇവരെ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയാൽ അധ്യക്ഷ സ്ഥാനം രാജിവെക്കുമെന്ന നിലപാടുമായി VM സുധീരനും നിൽക്കുന്നതാണ് ഹൈക്കമാൻഡിനെ കുഴയ്ക്കുന്നത്. ഇന്നും നാളെയുമായി ഹൈക്കമാൻഡ് സ്വന്തം നിലയ്ക്ക് ചില നിർണായക തീരുമാനങ്ങൾ തർക്ക സീറ്റുകളിൽ കൈക്കൊള്ളുമെന്നാണ് സൂചന. ന്യൂസ് ബ്യൂറോ, ദില്ലി. മന്ത്രിയായിരിക്കെ ചെയ്തതെല്ലാം മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടാണെന്ന് തനിക്ക് തെറ്റുപറ്റിയിരുന്നെങ്കിൽ മുഖ്യമന്ത്രി തിരുത്തിയേനെയെന്നും അടൂർ പ്രകാശ് പറഞ്ഞു. മനസാക്ഷിക്കനുസരിച്ചാണ് പ്രവർത്തിച്ചത്. സ്വതന്ത്രനായി മത്സരിക്കാൻ പ്രവർത്തകരുടെ ഇടയിൽ നിന്നും സമ്മർദ്ദമുണ്ട്. AICCയിൽ ഇപ്പോഴും പ്രതീക്ഷയുണ്ടെന്നും അടൂർ പ്രകാശ് പ്രതികരിച്ചു. AICC ഏതെങ്കിലും സാഹചര്യത്തിൽ കോന്നിയിൽ സീറ്റ് നിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ സ്വതന്ത്രനായി പോലും അടൂർ പ്രകാശ് മത്സരിക്കണമെന്നൊരു ആവശ്യം പരസ്യമായി തന്നെ നാട്ടുകാർ പറയുന്നുണ്ട്. അത്തരത്തിലുള്ള ഏതെങ്കിലും പരസ്യ പ്രസ്താവന അടൂർ പ്രകാശിന്റെ ചെവിയിലെത്തിയിട്ടുണ്ടോ? പരസ്യ പ്രസ്താവനയല്ല, ആളുകളുടെ വികാരങ്ങൾ എപ്പോഴും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അത് ഒരുപക്ഷെ നിങ്ങൾ മാധ്യമ സുഹൃത്തുക്കൾ എന്നുള്ള നിലയിൽ നിങ്ങളും അത് ഉൾക്കൊണ്ട് കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരമാവധി ജനങ്ങളുടെ ഭാഗത്തു നിന്ന് വലിയ സമ്മർദ്ദങ്ങൾ ചില കാര്യങ്ങൾക്കുണ്ട്. അത് ഞാൻ അങ്ങനെ ഒരു തീരുമാനത്തിന്റെ ഭാഗത്തേക്ക് ഞാനിപ്പോൾ പ്രഖ്യാപിക്കാനോ അങ്ങനെ ഒരു കാര്യം പറയുവാനോ വേണ്ടിയല്ല. ഞാൻ ഏതായാലും AICC എടുക്കുന്ന തീരുമാനം എന്താണ് എന്ന് ഞാൻ നോക്കിക്കണ്ട് അതിനുശേഷം മറുപടി പറയാം. ബഹുമാനായ മുഖ്യമന്ത്രിയുടെ അനുമതിയോടുകൂടിയാണ് പല മറുപടികളും ഞാൻ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞിട്ടുള്ളത്. മുഖ്യമന്ത്രിയെ ഞാൻ അദ്ദേഹത്തോടൊപ്പമാണ്. അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ ഒരു അംഗമാണ്. അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ അംഗം എന്ന് പറയുമ്പോൾ ഞാൻ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അത് തിരുത്തും. പാലക്കാട് കോൺഗ്രസിൽ അഭിപ്രായ ഭിന്നത രൂക്ഷമാകുന്നു. ജില്ലാ UDF നേതൃയോഗത്തിൽ നിന്നും I ഗ്രൂപ്പ് വിട്ടുനിന്നു. സ്ഥാനാർത്ഥി നിർണയത്തിലുള്ള അവഗണനയിൽ പ്രതിഷേധിച്ച് DCC പ്രസിഡന്റ് CV ബാലചന്ദ്രൻ അടക്കമുള്ള നേതാക്കളാണ് വിട്ടുനിന്നത്. പാലക്കാട് ജില്ലയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിൽ ഗ്രൂപ്പിനെ അവഗണിച്ചതിൽ പ്രതിഷേധിച്ചാണ് A ഗ്രൂപ്പിന്റെ നീക്കം. UDF നേതൃയോഗത്തിൽ നിന്ന് DCC പ്രസിഡന്റ് അടക്കം വിട്ടുനിന്നാണ് സംസ്ഥാന നേതൃത്വത്തെ നേതാക്കൾ പ്രതിഷേധം അറിയിച്ചത്. മുതിർന്ന നേതാവ് VS വിജയരാഘവന്റെ നേതൃത്വത്തിൽ I ഗ്രൂപ്പ് നേതാക്കൾ പ്രത്യേക യോഗം ചേർന്നാണ് ഇത്തരമൊരു നീക്കം നടത്തിയത്. പ്രതിഷേധം സംസ്ഥാന I ഗ്രൂപ്പ് നേതൃത്വത്തെയും അറിയിച്ചു. ജില്ലയിലെ I ഗ്രൂപ്പിന്റെ വികാരം സംസ്ഥാന I ഗ്രൂപ്പ് നേതൃത്വം മുഖവിലക്കെടുത്തില്ലെന്ന് ആക്ഷേപമുണ്ട്. DCC പ്രസിഡന്റ് CV ബാലചന്ദ്രന്റെ പേര് 4 മണ്ഡലങ്ങളിലേക്ക് പരിഗണിക്കപ്പെട്ടെങ്കിലും സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം ലഭിക്കാതെ പോയതും I ഗ്രൂപ്പ് നീക്കത്തിന് ആക്കം കൂട്ടി. ഷൊർണൂർ, കൊങ്ങാട് മണ്ഡലങ്ങളാണ് ഇത്തവണ I ഗ്രൂപ്പിന് ലഭിച്ചത്. ഈ സീറ്റുകളിൽ മത്സരിക്കുന്നവർ ജില്ലാ നേതൃത്വം നിർദ്ദേശിച്ചവരുമല്ല. കൊങ്ങാട് മത്സരത്തിനിറങ്ങുന്ന പന്തളം സുധാകരന്റെ വരവ് അംഗീകരിക്കാതെ നിർവാഹവുമില്ല. കഴിഞ്ഞ തവണ കോൺഗ്രസ് 8 മണ്ഡലങ്ങളിൽ മത്സരിച്ച പാലക്കാട് ഇരു ഗ്രൂപ്പുകളും സീറ്റുകൾ തുല്യമായി പങ്കിടുകയായിരുന്നു. ഇതാണ് ഇത്തവണ 2 കുറഞ്ഞത്. I ഗ്രൂപ്പ് നീക്കം പാലക്കാട്, പട്ടാമ്പി മണ്ഡലങ്ങളിൽ തിരിച്ചടിയാകുമെന്ന് A ഗ്രൂപ്പും കരുതുന്നു. പുറത്തുവന്ന പേരുകൾ മാറ്റാൻ സാധ്യതയില്ലെന്നിരിക്കെ KPCC പ്രശ്നപരിഹാരത്തിന് എന്ത് ഫോർമുല മുന്നോട്ട് വയ്ക്കും എന്നതിനെ ആശ്രയിച്ചാവും ഇരു ഗ്രൂപ്പിന്റെയും ഇനിയുള്ള നീക്കം. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് വർഗീയ ശക്തികളെ പ്രതിരോധിക്കാനുള്ള സന്ദർഭമാണെന്ന് ചരിത്രകാരൻ KN പണിക്കർ. ഗ്രാമങ്ങളിലേക്കിറങ്ങി പൊതുപ്രവർത്തകരും ബുദ്ധിജീവികളും വർഗീയതയ്ക്കെതിരെ നിലപാടെടുക്കണം. അഴിമതി ആരോപണം നേരിടുന്ന മന്ത്രിമാർ രാജിവെച്ച് പുറത്തു പോകുകയാണ് ജനാധിപത്യത്തിലെ വഴക്കമെന്നും KN പണിക്കർ പീപ്പിൾ TVയോട് പറഞ്ഞു. സംസ്ഥാന രാഷ്ട്രീയത്തിലും വർഗീയ ശക്തികൾ ഇടപെടുന്നുവെന്നത് തിരിച്ചറിഞ്ഞ് ബുദ്ധിജീവികളും രാഷ്ട്രീയക്കാരും പ്രവർത്തിക്കണമെന്നതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ സന്ദേശമെന്ന് KN പണിക്കർ പറഞ്ഞു. സെമിനാറുകളും പ്രസംഗങ്ങളും കേന്ദ്രീകരിക്കുന്നത് പട്ടണങ്ങളിലാണ്. ബുദ്ധിജീവികളും പൊതുപ്രവർത്തകരും തെരഞ്ഞെടുപ്പ് വേള ഒരു സന്ദർഭമായി കണ്ട് ഗ്രാമങ്ങളിലേക്കിറങ്ങി വർഗീയതയെ പ്രതിരോധിക്കണമെന്നും KN പണിക്കർ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് ഒരു സന്ദർഭം തരുന്നുണ്ട്. ആ സന്ദർഭം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുമായി സംവദിക്കാനുള്ളൊരു അവസരം സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്.
കാരണം സാധാരണഗതിയിൽ വർഗീയ ശക്തികൾക്കെതിരായുള്ള വർഗീയതയ്ക്കെതിരായുള്ള സമരങ്ങൾ സെമിനാറുകളിലും പ്രസംഗങ്ങളിലും ഒക്കെ പട്ടണങ്ങളിലും ഒതുങ്ങി നിൽക്കുകയാണ്. ഗ്രാമങ്ങളിൽ പോയി സാധാരണക്കാരുമായിട്ട് സംവദിക്കാൻ ബുദ്ധിജീവികളോ രാഷ്ട്രീയ നേതാക്കളോ ശ്രമിക്കാറില്ല. പക്ഷേ ഇത് അതിനുള്ളൊരു സന്ദർഭമാണ്. അതുകൊണ്ട് പല വിധത്തിലും പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകന്മാർ, പൊതുപ്രവർത്തകന്മാർ തിരഞ്ഞെടുപ്പ് ബന്ധപ്പെട്ട് ഈ ആശയത്തെ, മതേതരത്വത്തിൻ്റെ ആശയത്തെ വളർത്തിക്കൊണ്ടുവരാൻ, ജനങ്ങളിലെത്തിക്കാൻ ശ്രമിക്കാൻ സാധിക്കുന്നതാണ്. ഇത് വളരെ വലിയൊരു അവസരമാണിത്. അഴിമതി ആരോപണം നേരിടുന്ന മന്ത്രിമാർ രാജിവെച്ചു പോവുക എന്നതായിരുന്നു ജനാധിപത്യത്തിലെ വഴക്കമെന്നും KN പണിക്കർ പറഞ്ഞു. അഴിമതി പ്രാധാന്യപ്പെട്ടതല്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കാരണം അഴിമതി ഉന്നയിച്ചാൽ തന്നെ മന്ത്രിമാരോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടവരോ രാജിവെക്കുക എന്നതാണ് വഴക്കം. അങ്ങനെ വഴക്കമാണ് നമ്മുടെ ജനാധിപത്യത്തിലുണ്ടായിട്ടുള്ളത്. ആ വഴക്കം മാനിക്കപ്പെടേണ്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. RSS ഉൾപ്പെടെയുള്ള വർഗീയ ശക്തികൾ മുന്നേറ്റമുണ്ടാക്കുന്നത് തടയുക പരമപ്രധാനമാണെന്നും KN പണിക്കർ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. താൻ കേരള കോൺഗ്രസ് കറിയ തോമസ് പാർട്ടിയിൽ നിന്നും രാജിവെച്ചിട്ടില്ലെന്നും ഇടതുമുന്നണിയിൽ തന്നെ തുടരുമെന്നും കേരള കോൺഗ്രസ് കറിയ തോമസ് വിഭാഗം ജില്ലാ പ്രസിഡന്റും തിരുവനന്തപുരം കോർപ്പറേഷൻ നഗരാസൂത്രണ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ അഡ്വക്കേറ്റ് R സതീഷ് കുമാർ വ്യക്തമാക്കി. തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള നിരവധി ഭാരവാഹികൾ തന്നോടൊപ്പം പാർട്ടി വിട്ടുവെന്ന് വി സുരേന്ദ്രൻ പിള്ളയുടെ വാദത്തോട് പ്രതികരിക്കുകയായിരുന്നു R സതീഷ് കുമാർ. LDF സ്ഥാനാർത്ഥികളുടെ വിജയത്തിനായി താനും മറ്റ് ജില്ലാ ഭാരവാഹികളും പ്രവർത്തിക്കുമെന്നും സതീഷ് കുമാർ പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൗൺസിലറായി 2 പ്രാവശ്യം തിരഞ്ഞെടുക്കപ്പെട്ടു. 2 പ്രാവശ്യം നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ തന്നെ ഉറച്ചു നിൽക്കും. അങ്ങനെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റോ മറ്റാരെങ്കിലുമോ രാജിവെച്ച് പോയി എന്ന ഒരു വാർത്ത അടിസ്ഥാനരഹിതമാണ്. ജില്ലാ വൈസ് പ്രസിഡന്റ് പരമേശ്വരൻ നായർ ഉൾപ്പെടെ നിയോജകമണ്ഡലം പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ളവർ ഈ വാർത്ത കണ്ടതിന് ശേഷം എന്നെ വിളിച്ച് ചോദിച്ചു. അവരാരും തന്നെ പോയിട്ടില്ല. അവരൊക്കെ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ തന്നെ ഉറച്ചു നിൽക്കുമെന്നാണ് അവരെല്ലാം പറഞ്ഞിട്ടുള്ളത്. പശ്ചിമ ബംഗാൾ, അസം നിയമസഭകളിലേക്കുള്ള 1ാം ഘട്ട വോട്ടെടുപ്പ് നാളെ. ബംഗാളിലെ 18ഉം അസമിലെ 65 നിയോജക മണ്ഡലങ്ങളിലേക്കാണ് ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. പശ്ചിമ ബംഗാളിൽ പുരളിയ ജില്ലയിലെ 9 മണ്ഡലങ്ങൾ, ബാങ്കുറയിൽ 3, പടിഞ്ഞാറൻ മെദിനിപൂരിൽ 6 മണ്ഡലങ്ങളിലുമാണ് 1ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ്. ഇതിൽ 13 മണ്ഡലങ്ങൾ മാവോയിസ്റ്റ് ശക്തി കേന്ദ്രങ്ങളാണ്. 133 സ്ഥാനാർത്ഥികൾ 1ാം ഘട്ടത്തിന്റെ ആദ്യപാദത്തിൽ ബംഗാളിൽ നിന്നും ജനവിധി തേടും. 4945 പോളിംഗ് സ്റ്റേഷനുകളിലായി 40 ലക്ഷം വോട്ടർമാരാണ് ഈ ഘട്ടത്തിൽ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തുക. മാവോയിസ്റ്റുകൾ തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്ത പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് പോളിംഗ് സ്റ്റേഷനുകളിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. സംസ്ഥാന മന്ത്രിയും തൃണമൂൽ നേതാവുമായ സുകുമാർ ഹൻസ്ദ, CPIM മുൻ MP-യായ പുലിൻ ബിഹാരി ബസ്കെ തുടങ്ങിയവരാണ് ഈ ഘട്ടത്തിൽ ജനവിധി തേടുന്ന പ്രമുഖർ. അസമിലെ 65 മണ്ഡലങ്ങളിൽ 1ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കും. ബ്രഹ്മപുത്ര വാലിയിലെ 50ഉം ബാരക് വാലിയിലെ 15 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ്. 539 സ്ഥാനാർത്ഥികളാണ് അസമിൽ നിന്നും 1ാം ഘട്ടത്തിൽ ജനവിധി തേടുന്നത്. കോൺഗ്രസ് സഖ്യവും BJP സഖ്യവും തമ്മിലാണ് പ്രധാന പോരാട്ടം. ന്യൂസ് ബ്യൂറോ, ദില്ലി. വാരണാസിയിൽ തടവുകാർ ജയിൽ വാർഡന്മാരെ ആക്രമിക്കുകയും സൂപ്രണ്ടിനെ ബന്ദിയാക്കുകയും ചെയ്തു. വാരണാസിയിലെ ചൌക്കാഘട്ടിലെ ജില്ലാ ജയിലിലാണ് സംഭവം. ഭക്ഷണത്തിന് നിലവാരമില്ലെന്നും ഉദ്യോഗസ്ഥർ അകാരണമായി മർദ്ദിക്കുന്നുവെന്നും ആരോപിച്ചായിരുന്നു പ്രതിഷേധം. ജയിലിലെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തുക, ജയിൽ ജീവനക്കാരുടെ അഴിമതി അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു വാരണാസി ജില്ലാ ജയിലിലെ തടവുകാരുടെ പ്രക്ഷോഭം. ജീവനക്കാരെ മർദ്ദിക്കുകയും ജയിൽ സൂപ്രണ്ടിനെ മണിക്കൂറുകളോളം ബന്ദിയാക്കുകയും ചെയ്തു. ക്രിക്കറ്റ് ബാറ്റുകളും കല്ലുകളും ഉപയോഗിച്ചായിരുന്നു ആക്രമണം. അപ്രതീക്ഷിതമായുണ്ടായ ആക്രമണം നിയന്ത്രിക്കാൻ പോലീസിനും കഴിഞ്ഞില്ല. അല്പനേരത്തേക്ക് ജയിലിന്റെ നിയന്ത്രണം തടവുകാരുടെ കയ്യിലാവുകയും ചെയ്തു. ഇതിനിടയിൽ ചിലർ രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും പോലീസ് പിടികൂടി. 1800ഓളം തടവുകാരാണ് ഇവിടെയുള്ളത്. മോശം ജീവിത സാഹചര്യവും ജയിൽ അധികൃതരിൽ നിന്ന് നിരന്തരം ഏൽക്കേണ്ടി വരുന്ന മനുഷ്യത്വരഹിതമായ സമീപനവും അഴിമതിയുമാണ് പ്രകോപനത്തിന് കാരണമെന്ന് തടവുകാർ പറഞ്ഞു. അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരെ മാറ്റണമെന്നും അവർ ആവശ്യപ്പെട്ടു. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് അധിക പോലീസ് സേനയെ ജയിലിൽ വിന്യസിച്ചിട്ടുണ്ട്. സംഭവത്തിൽ വാരണാസി SP അന്വേഷണം പ്രഖ്യാപിച്ചു. ന്യൂസ് ഡെസ്ക്.
ക്ഷേത്രപൂജാരിക്ക് പോലീസിന്റെ ക്രൂരമർദ്ദനം. തിരുവനന്തപുരം ചെന്തിട്ട ദേവീക്ഷേത്രത്തിലെ മേൽശാന്തിയെയാണ് വട്ടിയൂർക്കാവ് SIയും പോലീസുകാരും ചേർന്ന് മർദ്ദിച്ചതായി പരാതി ഉയർന്നിരിക്കുന്നത്. അതേസമയം പരുക്കേറ്റ മേൽശാന്തി പത്മനാഭൻ പോറ്റി ഇപ്പോൾ ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. തിരുവനന്തപുരം വട്ടിയൂർക്കാവ് സ്വദേശിയായ പത്മനാഭൻ പോറ്റിക്കാണ് വട്ടിയൂർക്കാവ് SIയുടെയും പോലീസുകാരുടെയും ക്രൂരമർദ്ദനമേറ്റത്. വസ്തുതർക്കവുമായി ബന്ധപ്പെട്ട് എതിർകക്ഷിയിൽ നിന്ന് പണം വാങ്ങിയ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ മർദ്ദിക്കുകയും അസഭ്യം പറയുകയും ചെയ്തുവെന്ന് ചെന്തിട്ട ദേവീക്ഷേത്രത്തിലെ മേൽശാന്തി കൂടിയായ പത്മനാഭൻ പോറ്റി പറയുന്നു. ഞാൻ ചെന്തിട്ട അമ്പലത്തിലെ ശാന്തിയാണ്. എൻ്റെ കുടുംബ വസ്തുവിൽ ഒരു ചെറിയ കേസുണ്ട്. അതിൻ്റെ കോടതി കേസ് കിട്ടിയ പേപ്പറുകളെല്ലാം റെഡിയാണ്. ഞാൻ കാലത്ത് അവിടെ അതിരുകേട്ടം വന്നപ്പോൾ പാടില്ലാന്ന് പറഞ്ഞു. അപ്പോൾ അവർ പോലീസുകാരെ വിളിച്ചു വരുത്തി. അങ്ങനെ പോലീസുകാർ വന്നിട്ട് എന്നെ കുറേ തെറിയൊക്കെ വിളിച്ചു. അമ്പലത്തിൻ്റെ പേരിലും തെറി വിളിച്ചു. നീ ഏത് അമ്പലത്തിലെ ശാന്തിയാണെന്ന് പറഞ്ഞാൽ ചെന്തിട്ട അമ്പലത്തിലെ മേൽശാന്തിയാണെന്ന് പറഞ്ഞു. നിത്യവും മണ്ഡലകുരിശി കാര്യങ്ങളുള്ള ഒരു പുരോഹിതനാണ് ഞാൻ. അപ്പോൾ എന്നെ ഹിന്ദു ജനങ്ങളുടെ ഇടയിൽ അത് മാനിക്കാതെ അമ്പലത്തിൻ്റെ പേരും ചെന്തിട്ട ദേവിയുടെ പേരും പറഞ്ഞ് SI എന്നെ ചീത്ത വിളിച്ച് അടിക്കുകയും ചെയ്തു. ഇവിടെ ഒരുപാട് അടി വന്നു. അവിടെ കൈ പറ്റി, ഇവിടെ കഴുത്തിൽ പതിഞ്ഞു. നെഞ്ചിലും കഴുത്തിലും പോലീസിന്റെ ചവിട്ടേറ്റ പത്മനാഭൻ പോറ്റി ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുകയാണ്. തന്നെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥനെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയതായും പത്മനാഭൻ പോറ്റി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കോളേജ് മാഗസിനെതിരെ ABVPയുടെ അസഹിഷ്ണുത. കോഴിക്കോട് ഗുരുവായൂരപ്പൻ കോളേജ് പുറത്തിറക്കിയ മാഗസിനാണ് ABVP പ്രവർത്തകർ കത്തിച്ചത്. 2014-2015 വർഷത്തെ വിശ്വവിഖ്യാതമായ തെറി എന്ന പേരിലുള്ള മാഗസിനാണ് ABVP പ്രവർത്തകർ കത്തിച്ചത്. വിശ്വവിഖ്യാതമായ തെറി എന്ന പേരിൽ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് 2014-15 വർഷത്തെ മാഗസിൻ ഗുരുവായൂരപ്പൻ കോളേജ് യൂണിയൻ പുറത്തിറക്കിയത്. കോളേജിലെ ക്യാൻറ്റീനിൽ കഴിഞ്ഞ 31 വർഷമായി ജോലി ചെയ്യുന്ന രാധേശിയായിരുന്നു മാഗസിൻ പ്രകാശനം ചെയ്തത്. മാഗസിൻ പുറത്തിറങ്ങിയത് മുതൽ ഭീഷണിയും പ്രതിഷേധവുമായി ABVP രംഗത്തെത്തുകയായിരുന്നു. ഇതിന്റെ തുടർച്ചയായി കഴിഞ്ഞ ദിവസമാണ് മാഗസിൻ കോളേജ് മുറ്റത്ത് വെച്ച് കത്തിച്ചത്. പുതിയ കാലത്തെ അസഹിഷ്ണുതയും ഫാസിസ്റ്റ് ഭീഷണിയുമെല്ലാമാണ് പ്രധാനമായും മാഗസിനിൽ ചർച്ച ചെയ്യുന്നത്. മുഖ്യധാരാ സമൂഹം തെറിയായി ഉപയോഗിക്കുന്ന വാക്കുകളെ അതിന്റെ സാമൂഹ്യ രാഷ്ട്രീയ പരിസരത്ത് നിന്നുകൊണ്ട് മാഗസിനിൽ വിശകലനം ചെയ്യുകയായിരുന്നുവെന്നും പ്രതിഷേധം മാഗസിന്റെ വിജയമായി കാണുന്നുവെന്നും സ്റ്റുഡന്റ് എഡിറ്റർ ശ്രീ ഷമീം പറഞ്ഞു. ഞങ്ങളെ ചെറിയ അറിവ് വെച്ചുകൊണ്ട് തെറിയൊന്ന് പഠിക്കാൻ ശ്രമിച്ചു. അപ്പോൾ ഞങ്ങൾ ചൂസ് ചെയ്ത് ചെറ്റ എന്നുള്ള തെറി. അപ്പോൾ ഞങ്ങൾ അതിനെയൊക്കെ ഒന്ന് പഠിക്കാൻ ശ്രമിച്ചപ്പോൾ അതിൻ്റെയൊക്കെ ബേസ് എന്ന് പറയുന്നത് ചില ജാതിപരമായിട്ടുള്ള, വംശപരമായിട്ടുള്ള അല്ലെങ്കിൽ ലൈംഗികപരമായിട്ടുള്ളൊരു ബേസിലൊരു ഘടകത്തിലേക്ക് അത് കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടാണ്. ചെറ്റ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അന്വേഷിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞത് താഴ്ന്ന ജാതിക്കാരൻ്റെ കുടിലെന്നാണ്. അപ്പോൾ താഴ്ന്ന ജാതിക്കാരൻ്റെ കുടിലെങ്ങനെ തെറിവാക്കാവും? ഇവിടെ അസിഷൻ ഉണ്ടാക്കുന്ന ഒരു കൂട്ടം പേരുണ്ട്, നല്ലൊരു ചിന്താഗതിക്കാരുണ്ട്. അവരുടെ ഒരു പൊതുബോധത്തെ എൻ്റെ മാഗസിൻ ആ ബോധത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കിയതുകൊണ്ടാണ് അവരിങ്ങനെ ഒരു അറ്റംപ്റ്റ് മുതിരുന്നത്. മാഗസിനിൽ തെറിവാക്കുകൾ ഉപയോഗിച്ചുവെന്നും ഭാരതീയ സംസ്കാരത്തെയും പ്രധാനമന്ത്രിയെയും ജുഡീഷ്യറിയെയുമെല്ലാം അപമാനിച്ചുവെന്നുമെല്ലാമാണ് ABVPയുടെ ആരോപണം. മാഗസിൻ വായിക്കുന്നതിൽ നിന്ന് ABVP കുട്ടികളെ വിലക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനു നേരെയുള്ള കടന്നുകയറ്റത്തിനെതിരെ സാഹിത്യ സാംസ്കാരിക രംഗത്ത് നിന്നും ശക്തമായ പ്രതിഷേധമുയർന്നിട്ടുണ്ട്. സിജു കണ്ണൻ, ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൊല്ലം ചവറ KMMLന്റെ ആർബിട്രേഷൻ കേസുകൾ അട്ടിമറിക്കാൻ ബോർഡ് നീക്കം തുടങ്ങി. 36 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട അഹമ്മദാബാദിലെ സ്വകാര്യ കമ്പനിക്കു വേണ്ടി ഹാജരായ അതേ അഭിഭാഷകൻ ഉൾപ്പെട്ട നിയമ ഉപദേശക സമിതിയെ KMMLന്റെ ആർബിട്രേഷൻ ഉൾപ്പെടെയുള്ള കേസുകൾ വാദിക്കാനായി നിയോഗിക്കാൻ KMMLന്റെ ബോർഡ് തീരുമാനിച്ചു. കമ്പനിയെ സാമ്പത്തികമായി തകർക്കുകയും വൻ അഴിമതി പദ്ധതിയുടെ പേരിൽ ഉയർന്ന പശ്ചാത്തലത്തിലുമാണ് വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിനെ തുടർന്ന് അന്നത്തെ ഇടത് സർക്കാർ ഡീസാലിനേഷൻ പദ്ധതി ഉപേക്ഷിച്ചത്. തുടർന്ന് അഹമ്മദാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഡോഷിയോൺ എക്സ്ചേഞ്ച് ലിമിറ്റഡ് എന്ന കമ്പനി നഷ്ടപരിഹാരമായി 58.16 കോടി രൂപ ആവശ്യപ്പെട്ട് ആർബിട്രേഷൻ നടപടി സ്വീകരിച്ചു. പ്രസ്തുത കമ്പനിക്ക് വേണ്ടി കോടതിയിൽ ഹാജരായ KL വർഗീസ് ഉപദേശകനായി സേവനം നൽകി വരുന്ന അലക്സ് ആൻഡ് ജോസഫ് അഡ്വക്കേറ്റ്സിനെ KMMLന്റെ കൗൺസിലായി നിയോഗിക്കാൻ കഴിഞ്ഞ മാസം 5-ന് ബോർഡ് തീരുമാനിച്ചതിലാണ് ദുരൂഹത. ബോർഡിന്റെ നിയമരഹസ്യങ്ങൾ ചോർത്തുന്നതിന് വഴിയൊരുക്കുന്നതിന് വൻ കോഴ ഇടപാട് നടന്നിട്ടുണ്ടാവുമെന്ന് തൊഴിലാളികൾ ആരോപിച്ചു. ഡോഷിയോൺ എക്സ്ചേഞ്ച് എന്ന് പറയുന്ന കമ്പനിക്ക് വേണ്ടി ഹാജരായ അതേ വക്കീലടങ്ങുന്ന അഭിഭാഷക സംഘത്തെ KMMLന്റെ നിയമോപദേശക സംഘമായിട്ട് 5/3/2016 കൂടിയ ഡയറക്ട് ബോർഡ് മീറ്റിങ്ങിൽ വെച്ച് തീരുമാനമെടുത്തിരിക്കുന്നു. ഇതിൽ കമ്പനിയിലെ ഉദ്യോഗസ്ഥന്മാരും മാനേജിംഗ് ഡയറക്ടറും ഡയറക്ട് ബോർഡ് മെമ്പർമാരും ഒക്കെ ഇതിൽ പങ്കാളികളാണ്. ഇത്തരത്തിൽ സ്ഥാപിച്ചു കഴിഞ്ഞാൽ 58 കോടി രൂപ ഉൾപ്പെടുന്ന ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയിരിക്കുന്ന കേസിൽ
കമ്പനിക്കെതിരായിട്ട് വിധി വരികയും KMMന്റെ തകർച്ചയ്ക്ക് അത് കാരണമാകുകയും. UDF സർക്കാരിന്റെ കാലത്ത് ആരംഭിച്ച പദ്ധതികൾ മൂലം കോടിക്കണക്കിന് രൂപയുടെ ബാധ്യത KMMലിനെ വേട്ടയാടുകയാണ്. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം. 2 ദിവസത്തെ സന്ദർശനത്തിനായി സൗദിയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സൗദി ഭരണാധികാരി സൽമാൻ ബിൻ അബ്ദുൽ അൽ സൗദുമായി കൂടിക്കാഴ്ച നടത്തും. സൗദി കിരീടാവകാശി അമീർ മുഹമ്മദ് ബിൻ നായിഫ്, രണ്ടാം കിരീടാവകാശി അമീർ മുഹമ്മദ് ബിൻ സൽമാൻ എന്നിവരുമായും ചർച്ച നടത്തും. ഔദ്യോഗിക ചർച്ചകൾ പ്രധാനമായും മേഖലയിലെ സംഘർഷങ്ങളെക്കുറിച്ചും തീവ്രവാദത്തെ പ്രതിരോധിക്കുന്നതിനുള്ള സംയുക്ത നീക്കങ്ങളെക്കുറിച്ചായിരിക്കുമെന്നാണ് സൂചന. സൗദിയുമായുള്ള വാണിജ്യ കരാറിൽ മോദി ഒപ്പുവയ്ക്കും. ഇന്ത്യൻ IT കമ്പനിയായ TCSന്റെ വനിതാ കേന്ദ്രവും അദ്ദേഹം സന്ദർശിക്കും. യൂസഫ് അലി ഉൾപ്പെടെയുള്ള വ്യവസായ പ്രമുഖരായും മോദി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ആഗോള സാഹചര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സാമ്പത്തിക അവസ്ഥയ്ക്ക് ശക്തിയേകിക്കൊണ്ട് ഇന്ത്യ പുതിയ പ്രതീക്ഷയ്ക്ക് തിരികൊളുത്തി എന്ന് സൗദിയിലെ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഭീകരാക്രമണത്തെ തുടർന്ന് അടച്ചിട്ട ബ്രസൽസിലെ വിമാനത്താവളം ഇന്ന് ഭാഗികമായി തുറക്കും. 2 ആഴ്ച മുൻപുണ്ടായ ചാവേർ ആക്രമണത്തിൽ 16 പേർ കൊല്ലപ്പെടുകയും വിമാനത്താവളത്തിന്റെ ഡിപ്പാർച്ചർ ഹാൾ തകരുകയും ചെയ്തിരുന്നു. 12 ദിവസങ്ങൾക്ക് ശേഷമാണ് ബ്രസൽസ് വിമാനത്താവളം തുറക്കുന്നത്. 2 ആഴ്ച മുമ്പ് നടന്ന ചാവേർ ആക്രമണത്തിന്റെ നടുക്കം ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. ആക്രമണത്തിൽ 16 പേർ കൊല്ലപ്പെടുകയും വിമാനത്താവളത്തിന്റെ ഡിപ്പാർച്ചർ ഹാൾ തകരുകയും ചെയ്തിരുന്നു. തകരാറുകൾ പൂർണ്ണമായും പരിഹരിച്ചിട്ടില്ലാത്തതിനാൽ സർവീസുകൾ ഭാഗികമായി മാത്രമേ ഉണ്ടാവുകയുള്ളൂവെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ബ്രസൽസ് എയർലൈൻസിന്റെ 3 വിമാനങ്ങളാണ് ഇന്ന് സർവീസ് നടത്തുക. യൂറോപ്പിലെ പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങളിലൊന്നാണ് ബ്രസൽസിലേത്. ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ വിമാനത്താവളത്തിൽ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതേസമയം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന ചില ഒറ്റപ്പെട്ട ആക്രമണ സംഭവങ്ങൾ ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്. പ്രമുഖ പത്രപ്രവർത്തകൻ KM റോയിയുടെ 77ാം പിറന്നാൾ മാധ്യമ സുഹൃത്തുക്കളും ശിഷ്യന്മാരും ചേർന്ന് ആഘോഷിച്ചു. എറണാകുളം പ്രസ് ക്ലബ് ഹാളിൽ നടന്ന ആഘോഷം ജസ്റ്റിസ് കമാൽ പാഷ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ സഹപ്രവർത്തകരും ശിഷ്യരും KM റോയിയെ കുറിച്ചെഴുതിയ അനന്യനായി KM റോയി എന്ന രചനാ സമാഹാരം പ്രകാശനം ചെയ്തു. പ്രൊഫസർ MK സാനു, ഗോപി കൃഷ്ണൻ തുടങ്ങിയ പ്രമുഖർ പങ്കെടുത്തു. ആലപ്പുഴയിൽ സ്ഥാനാർത്ഥി നിർണയത്തിന് പിന്നിൽ സാമുദായിക നേതാക്കൾ ഇടപെട്ടതായി കോൺഗ്രസ് പ്രവർത്തകർ. വെള്ളാപ്പള്ളിയെ വിമർശിച്ച ആലപ്പുഴ DCC പ്രസിഡന്റിന് സീറ്റ് നൽകാത്തതിന് പിന്നിൽ ചില ഗൂഢശക്തികൾ ഇടപെട്ടതായും ഇതിൽ ശക്തമായി പ്രതികരിക്കുന്നുവെന്നും പ്രവർത്തകർ പറഞ്ഞു. ആഭ്യന്തരമന്ത്രിയും തന്റെ ഗ്രൂപ്പ് നേതാവുമായ രമേശ് ചെന്നിത്തലയെ പരസ്യമായി അപമാനിച്ചതിനെതിരെയാണ് ആലപ്പുഴ DCC പ്രസിഡന്റ് A. ഷുക്കൂർ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരെ പരസ്യമായി രംഗത്ത് വന്നത്. പിന്നീട് SNDP യോഗം ജനറൽ സെക്രട്ടറിക്കെതിരെ ആലപ്പുഴ DCC എടുത്ത തീരുമാനം KPCC പ്രസിഡന്റിന്റെയും പൂർണ്ണ പിന്തുണ ലഭിച്ചു. എന്നാൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ഷുക്കൂറിന്റെ പേരും ജില്ലയിൽ സജീവ ചർച്ചാവിഷയമായിരുന്നു. ഷുക്കൂറിന് ആലപ്പുഴ ജില്ലയിൽ സീറ്റ് നൽകാൻ പാടില്ല എന്ന് ശക്തമായ നിലപാട് വെള്ളാപ്പള്ളിയുടെ ഭാഗത്തു നിന്നുണ്ടായതായാണ് സൂചന. ഷുക്കൂറിന് സീറ്റ് നൽകിയാൽ ഹരിപ്പാട് മണ്ഡലത്തിൽ SNDP ചെന്നിത്തലയെ സഹായിക്കില്ല എന്ന് ഭീഷണിയും മുഴക്കി. ഇതാണ് ആലപ്പുഴ DCC പ്രസിഡന്റിന്റെ സ്ഥാനാർത്ഥിത്വം തള്ളിക്കളയാൻ കാരണമായത്. അതായത് ശ്രീനാരായണീയരുടെ സമൂഹം തിരിച്ചറിയും. ശ്രീനാരായണ ധർമ്മവും ശ്രീനാരായണ ദർശനവും ഉൾക്കൊള്ളുന്നവർ അത്തരം കാര്യങ്ങൾ തിരിച്ചറിയും. എന്നാൽ ഈ കച്ചവടക്കാരുടെ പതനവുമായിരിക്കും. നേരത്തെ അമ്പലപ്പുഴ സീറ്റ് JDUവിന് നൽകാനുള്ള തീരുമാനം മാറ്റാൻ കാരണവും ആലപ്പുഴ DCCയുടെ പ്രതിഷേധമായിരുന്നു. പിന്നീട് ഷുക്കൂർ സ്ഥാനാർത്ഥിയാകുമെന്ന് സൂചന ലഭിച്ചു. PDJSയുമായി കോൺഗ്രസിലെ ചില നേതാക്കൾക്ക് അടുത്ത ബന്ധമുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ആലപ്പുഴ സ്ഥാനാർത്ഥി നിർണയമായി ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ. മതനേതാവിന് വേണ്ടി സ്വന്തം ഗ്രൂപ്പുകാരനായ DCC പ്രസിഡന്റിന്റെ സ്ഥാനാർത്ഥിത്വം നഷ്ടപ്പെടുത്തിയതിൽ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ശക്തമായ പ്രതിഷേധമാണ് ഉയർന്നുവരുന്നത്. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. ജയറാം നായകനാകുന്ന ഹൊറർ ചിത്രം ആടുപുലിയാട്ടത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങി. രമ്യാകൃഷ്ണനും ഓംപുരിയും ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നു. കണ്ണൻ താമരക്കുളമാണ് ചിത്രത്തിന്റെ സംവിധായകൻ. ജയിക്കേണ്ടത് മരണത്തെയാണ്, മരണത്തെ നീ ഒരിക്കലും ചെമ്പാക്കോട്ടയിട്ട് പോകരുത്. തിരിച്ചു പോരാൻ പറ്റില്ല, കൊല്ലും.